വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ അബ്രഹാം കടന്നു പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. താൻ കർത്തന്റെ സന്നിധിയിൽ പറയുകയാ, അപ്പാ, നീ എനിക്കൊരു തലമുറയെ തന്നിട്ടില്ല. പക്ഷേ ആ ദിവസം, ആ രാത്രിയിൽ കർത്തൻ അവന്റെ അരികിൽ ഇറങ്ങി വന്നു. അവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്ന് അവനെ വിളിച്ച് വീടിന്റെ പുറത്ത് കൊണ്ടുവന്നിട്ട്, നീ ആകാശത്തിലേക്ക് നോക്ക്, ഈ നക്ഷത്രങ്ങൾ കത്തി നിൽക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തന്ന് മാനിക്കും. പ്രിയ ദൈവവേദലെ, വാഗ്ദത്തങ്ങൾ അനവധിയായി കേട്ടു. അനേക വർഷങ്ങൾ കൊണ്ട് വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് ഒന്നും നടക്കാതെ ഇരിക്കുമ്പോൾ ഈ ദിവസം ഒന്ന് വിളിച്ചു പറയുവാൻ കഴിയുമോ? എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് ഈ ദിവസങ്ങളിൽ അസാധാരണമായ മറുപടി നൽകി തരുവാൻ എൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. ആ വചനത്തെ ഒരിക്കൽ കൂടെ പറ, എൻ്റെ ഭവനത്തിലേക്ക് ആ വിഷയത്തിന്റെ മേലുള്ള വിടുതലിനെ കൈമാറി തരുവാൻ ഇറങ്ങി വരാൻ പോകുകയാണ്. പുതിയ നിയമഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെ തന്നെ മറിയയുടെ ജീവിതത്തിന്റെ മേൽ ഒരു ദൂതൻ അകത്ത് ചെന്നിട്ട് യേശു കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് ശ്രേഷ്ഠമായി വിളിച്ചു പറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവവൈതലെ, വിശ്വസിച്ചിട്ട് വിളിച്ചു പറ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ആ പ്രാർത്ഥനയുടെ മറുപടി നൽകി തരുവാൻ തൻ്റെ ദൂതന്മാരെ അയക്കുന്ന ദിവസങ്ങളാണ്. ഞാൻ കരയുന്ന, ഞാൻ ഒറ്റപ്പെട്ടു പോയ ആ നിരാശയുടെ ഒക്കെ നടുവില് ആ കർത്താവ് എനിക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ചെയ്യുവാൻ വേണ്ടി തൻ്റെ ദൂതന്മാരെ എൻ്റെ വീട്ടിലേക്ക് അയക്കാൻ പോകുകയാണ്. നിങ്ങൾ അത് തന്നെ വിശ്വസിച്ചിട്ട് ഉറപ്പോടെ വിളിച്ചു പറ, എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൂതന്മാരിതാ ഇറങ്ങി വരാൻ പോവുകയാണ്. നിന്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, ദൈവം ഒരു വഴി തുറന്നാൽ ആ വഴി അസാധാരണമായ വഴിയായിരിക്കും. അതിനുള്ള ഉദാഹരണമാണ് ചെങ്കടൽ തുറന്ന് ആ വലിയ കൂട്ടം ജനതയെ നടത്തിയത്. യോർദാൻ കലങ്ങി മറിയുന്നതിന്റെ നടുവിലും മുമ്പോട്ട് അവരെ നടത്തി വാഗ്ദത്ത മണ്ണിലേക്ക് പ്രവേശിപ്പിച്ചത്. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. I bless you in Jesus' name. Amen.